ഇന്ന് രാത്രി ഒരാശയം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ വിശ്വാസികൾ ഏറ്റവും പ്രാചീന മതമെന്നറിയപ്പെട്ട, പുരാതന മതമെന്നറിയപ്പെട്ട എബ്രായ മതത്തിൽ നിന്ന് ഈ സത്യ ദൈവകൃപയിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മ നിറവിലുള്ള പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേരാണ് പുരാതന മതമെന്ന് കെട്ടുറപ്പുകൊണ്ട് എന്തുകൊണ്ടും പ്രാചീനത്വമുണ്ട് എന്ന് അവകാശപ്പെട്ട, ഒരിക്കലും കോട്ടമുണ്ടാകത്തില്ലെന്ന് ചിന്തിച്ച ആ മതത്തിൻ്റെ തായ്വേരിനെ ഇളക്കി 3000 പേരാണ് ദൈവകൃപയിലേക്ക് വന്നത്. ഈ ജനറൽ കൺവെൻഷനിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, സുവിശേഷം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തോടെ ചലിച്ചാൽ, മതത്തിൻ്റെ തായ്വേരുകളെ ഇളക്കി പാരമ്പര്യത്തിൻ്റെ മതിൽക്കെട്ടുകളെ പൊളിച്ച് ഇന്നും ജനസമൂഹങ്ങളെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ വചനത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാൾ പ്രസംഗിച്ചു, ധാരാളം പ്രവർത്തിച്ചു, ചിലരുടെയൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഉപവസിച്ചു. പക്ഷെ പ്രവർത്തനത്തിനാനുപാതികമായി, പ്രാർത്ഥനയ്ക്കൊത്തവണ്ണം മനുഷ്യാത്മാക്കൾ വിടുവിക്കപ്പെടാതെ വരുമ്പോൾ, ദേശം വിടുവിക്കപ്പെടാതെ വരുമ്പോൾ, ജനം രക്ഷിക്കപ്പെടാതെ വരുമ്പോൾ മനസ്സിൽ മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവർത്തിച്ചിട്ട് റിസൾട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് യാതൊരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രവർത്തനത്തിന് ആനുപാതികമായ റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട്, പ്രാർത്ഥനയ്ക്കൊത്ത മറുപടി ഇല്ലാത്തത് കൊണ്ട്, ചിലർക്ക് വേണ്ടിയൊക്കെ നിരന്തരം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് അവരൊന്ന് രക്ഷിക്കപ്പെടായിക നിമിത്തം, അവരൊക്കെ ദൈവകൃപയിലേക്ക് വരായിക നിമിത്തം ഒത്തിരി കുടുംബങ്ങൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്തു, ഒത്തിരി ഉപവസിച്ചു, എന്നിട്ടും ദേശം വിടുവിക്കപ്പെടായിക നിമിത്തം അകത്ത് നിരാശ കയറി. ഇനി പ്രവർത്തിക്കുന്നില്ലെന്നും, ഇനി പ്രാർത്ഥിക്കത്തില്ലെന്നും, ഇനി ആ ദേശത്തൊന്നും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, എഴുതി തള്ളിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സ് മടുത്ത് ഹൃദയം ക്ഷീണിച്ച് പ്രവർത്തനത്തിൽ പിറകോട്ട് പോയ, പ്രാർത്ഥനയിൽ പിറകോട്ട് പോയ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൈവിക ദൂത് കൈമാറുന്നു. തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. ഇന്ന് രാത്രി എഴുതി വെച്ചുകൊള്ളുക, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന നിലയിൽ, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ദൈവിക റിസൾട്ട് എന്ന നിലയിൽ ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഒരിക്കലും വിടുവിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന ദേശങ്ങൾ വിടുവിക്കപ്പെടും, വ്യക്തികൾ വിടുവിക്കപ്പെടും. എത്ര പേർക്ക് വിശ്വാസത്താൽ എന്നോട് ചേർന്ന് ആ വാക്കിന് ആമേൻ പറയാൻ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അവിടെ ഒരു ദൈവിക ദൂത് എൻ്റെ ഹൃദയത്തിൽ തരുന്നത് കൊണ്ട് ഞാൻ പറയാം. ശൗല് യെരൂശലേമിൽ നിന്ന് വാഹന മൃഗത്തിന്റെ പുറത്ത് ദമസ്കോസിനെ ലക്ഷ്യമാക്കി കടന്നു പോകുകയാണ്. ഉദ്ദേശ്യം അവിടെയുള്ള വിശുദ്ധന്മാരെ പിടിച്ചുകെട്ടി ഇവിടേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. വാഹന മൃഗത്തിന്റെ പുറത്ത് കയറി പുറപ്പെട്ട് ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തുമ്പോൾ നട്ടുച്ചയ്ക്ക് ആകാശത്ത് കത്തിപ്പടരുന്ന സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നടിച്ചു. വാഹന മൃഗത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണു. കൂടെ ഉണ്ടായിരുന്നവര് കൈപിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടാക്കി. ആ സമയത്ത് ദമസ്കോസിൽ ഒരു ക്രിസ്തു ശിഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അനന്യാസ് എന്നാണ്. അനന്യാസിന്റെ അടുക്കൽ പ്രാർത്ഥനയിൽ, ദർശനത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. എന്നിട്ട് അനന്യാസിനോട് പറയുന്ന, അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലം വരെ പോകണം. അവിടെ യൂദായുടെ വീട്ടില് നമ്മുടെ ശൗൽ എന്ന് പേരുള്ള ഒരുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്
അവന് കണ്ണ് കാണാൻ വയ്യ, 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പക്ഷെ നീ ചെന്ന് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് സൗഖ്യം വരുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നോടെങ്ങാനുമായിരുന്നു അങ്ങനെ ദൈവം ഒരു ദൂത് പറഞ്ഞിരുന്നതെങ്കിൽ തുള്ളിച്ചാടി ഞാൻ ശീഘ്രഗതിയിൽ പോയേനെ. കാരണം ഞാൻ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് സൗഖ്യം വരിക അതെത്ര ശ്ലാഘനീയമായ കാര്യമാണ്. അത് മാത്രമല്ല, എത്രയോ വേദികളിൽ എനിക്കത് പുകഴ്ചയായി പറയാൻ കഴിയും. പക്ഷേ തിരിച്ച് അനന്യാസ് കർത്താവിനോട് പറയുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പിടിച്ചു കെട്ടാനുള്ള മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും അവന്റെ പക്കലുണ്ട്. എൻ്റെ ചോദ്യം, ശൗൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായിട്ടാണ് ഡെമസ്കോസിലേക്ക് വരുന്നതെന്ന് അനന്യാസ് എങ്ങനെ അറിഞ്ഞു? പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതല്ല. പിന്നെ എങ്ങനെ അനന്യാസ് അറിഞ്ഞത്? ശൗൽ രഹസ്യമായിട്ടല്ല വരുന്നത്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാ വരുന്നത്. അധികാരത്തിന്റെ പിൻബലവുമായി നിങ്ങൾ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഉദ്ദേശം ഞാൻ നിവർത്തിച്ചേ മടങ്ങി വരൂ എന്ന അഹങ്കാരവുമായി നെഞ്ചുപിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് വാഹന മൃഗത്തിന്റെ പുറത്താണ് വരിക. അങ്ങനാണെങ്കിൽ ഡെമസ്കോസിലുള്ള ദൈവമക്കൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ലേ? കർത്താവേ, ഒരു വലിയ പ്രതിസന്ധി കാർമേഘം പോലെ ഞങ്ങൾക്കെതിരെ ഉരുണ്ടുകൂടി വരികയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. അങ്ങനാണെങ്കിൽ അനന്യാസേ, നീ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ പോയി ശൗലിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ നേർവീതി എന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ടെന്നാണ്. നിന്റെ കണ്ണുകൊണ്ട് പോയി നീ അത് കണ്ടോളാനാണെങ്കിൽ, നിന്റെ കൈ കൊണ്ടുപോയി നീ അത് തൊട്ടോളാനാണെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ ദൈവിക ദൂത് വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥനയിൽ മടുക്കരുത്, പ്രവർത്തനത്തിൽ നിരാശപ്പെടരുത്. റിസൾട്ട് ഇല്ലെന്ന് തോന്നിയാലും മറുപടി ഇല്ലെന്ന് തോന്നിയാലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ടായി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വേണം. ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന്, ചിലത് നമ്മുടെ കൈ കൊണ്ട് തൊടുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് ആമേൻ പറയാൻ കൃപയും മനസ്സുമുള്ള എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരണ്ടേ. വളരെ പ്രതീക്ഷയോടെ അവർ ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ ദൈവദാസന്മാർ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ ക്രൂരമായ നരനായാട്ടിന് അവർ വിധേയരാകേണ്ടി വന്നു. കണ്ണ് ചൂഴ്ന്നെടുക്കുക, നാവ് കൊണ്ടിലുകൊണ്ട് പിഴുതെടുക്കുക, കുതിരയുടെ വാലിൻ്റെ അറ്റത്ത് ദൈവമക്കളെ കെട്ടി കുതിരയെ തെരുവീതിയിലൂടെ ഓടിക്കുക. ഇവരുടെ ശരീരങ്ങൾ തെരുവീതിയിൽ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവയവങ്ങൾ പല കഷണങ്ങളായി മാറുക. തലകീഴായി കെട്ടിത്തൂക്കി കുറുവടി കൊണ്ട് തല്ലുക, ശിരച്ഛേദം ചെയ്യുക, ക്രൂശിൽ തറച്ചു കൊല്ലുക. ചുരുക്കി പറഞ്ഞാൽ ഈർച്ചവാളുകൊണ്ട് അറുക്കുക. ഈർച്ചവാളുകൊണ്ട് അറുക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭയാനകമാണ്. തടി കാമരത്തിൽ വയ്ക്കുന്നത് പോലെ വിശുദ്ധന്മാരുടെ കൈകാലുകൾ കെട്ടി അവരെ തടി വയ്ക്കുന്നത് പോലെ വെച്ചിട്ട് നെറ്റിത്തടം മുതൽ ഈർച്ചവാളുകൊണ്ട് അറുത്തറുത്ത് കൊല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിക്രൂരമായ ഉപദ്രവങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അതുമാത്രമല്ല, ഗവൺമെന്റ് ജോലികളിൽ നിന്ന് അവർ പിരിച്ചുവിടപ്പെട്ടു. ജയിലറകളിൽ അവരെ അടച്ചു. ജയിൽവാസം കഴിഞ്ഞ് ദീർഘനാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അവർക്കുള്ള വീടും വസ്തുവകകളും മറ്റുള്ളവർ അപഹരിച്ചെടുത്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വസ്തുവകകളുടെ അപഹാരവും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ആരംഭകാലത്തൊക്കെ കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി അതൊക്കെ അവർ സന്തോഷത്തോടെ സഹിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കിടപ്പാടം, വസ്തുവകകൾ നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ കൂത്തുകാഴ്ചയായി മാറി.
കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ അകത്ത് നിരാശയുണ്ടായി. അവര് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വേട്ടയാടപ്പെട്ടിട്ടും, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടത അനുഭവിച്ചിട്ടും ദൈവം ഇടപെടുന്നില്ല, ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയുകയാണ് പ്രിയരെ. വിടുതലുകൾ ഉണ്ടാകുമ്പോൾ തുള്ളിച്ചാടി സ്തോത്രം പറയുക എളുപ്പമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ അഗ്നി പരിശോധനകളുടെ നടുവിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം ദൈവമെന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വമെന്ന് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപമാനിതരായി, കൂത്തുകാഴ്ചയായി, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അല്പം കൂടെ ഞാൻ തുറന്നങ്ങ് നിങ്ങളോട് പറയാൻ പ്രിയരെ, വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കുകയാണ്. വന്യമൃഗങ്ങൾ അവരെ പിച്ചു ചീന്തി തിന്നുകയാണ്. അപ്പോൾ തന്നെ അവർ പ്രസംഗിക്കുന്നത് എന്താണ്? സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വാ അടച്ച ദൈവത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ അതിക്രൂരമായ നിലയിൽ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. തീക്കകത്ത് നിന്ന് അവർ കത്തിച്ചാമ്പലാകുകയാണ്. അപ്പോൾ തന്നെ അവർ പ്രസംഗിക്കുന്നത് തീയുടെ ബലം കെടുത്തിയ ദൈവത്തെയാണ്. അപ്പൊ സിംഹങ്ങളാൽ, വന്യമൃഗങ്ങളാൽ പിച്ചു ചീന്തപ്പെടുന്നവർ, അഗ്നിക്കകത്ത് വെന്തു വെണ്ണീറാകുന്നവർ, ചിലരുടെയെങ്കിലും അകത്ത് ആശയക്കുഴപ്പമുണ്ടായി. എന്തേ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇടപെട്ടില്ല? എന്തുകൊണ്ടൊരു വിടുതലുണ്ടായില്ല? ആശയക്കുഴപ്പം നിമിത്തം മനസ്സുകൊണ്ട് അവർ ആത്മീക പിന്മാറ്റത്തിലായി. വച്ച ചുവട് പിഴച്ചുപോയോ, വന്നതിലേക്ക് തന്നെ മടങ്ങിപ്പോയാലോ എന്ന ആശങ്ക അവരുടെ അകത്തുണ്ടായപ്പോൾ ശ്ലീഹ സമർത്ഥിക്കുകയാണ്, വന്നിടത്തേക്ക് തിരികെ പോകരുത്. ഇത് നേട്ടത്തിൽ നിന്ന് നേട്ടത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഭൗതിക ഉയർച്ചയിലേക്ക് ക്രമാനുഗതമായി പോകുന്ന മാർഗമല്ല. ഇതിനു വേണ്ടി വില കൊടുക്കേണ്ടതുണ്ട്. വില കൊടുക്കേണ്ടി വന്നാലും നിലനിൽക്കേണ്ടതുണ്ട്. കാരണം നിലനിന്നാൽ അതൊരു നഷ്ടമല്ല, അതൊരു ലാഭമാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് അധരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുണ്ട്? അതിന് മനോഹരമായ ഒരു ഉദാഹരണം, ഒത്തിരി ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണം അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. യേശുവിനെ സൂക്ഷിച്ചു നോക്ക്. എന്തിൽ യേശുവിനെ സൂക്ഷിച്ചു നോക്ക്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. രാമൻ പറയാമോ? അപമാനം അലക്ഷ്യമാക്കി. നിങ്ങൾ പറയുന്നില്ലേ ഈ പ്രതിസന്ധി എന്തുകൊണ്ടെന്ന്? അതിൻ്റെ ഉത്തരം ഒരാളിലേ ഉള്ളൂ, യേശു ക്രിസ്തുവിലാണ്. അപ്പം നിങ്ങൾ ഏത് കാര്യത്തിലാ യേശുവിനെ നോക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ, വർത്തമാനകാല പ്രശ്നത്തിൽ നിങ്ങൾക്ക് നോക്കാൻ ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അത് നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ, അല്ല, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ദേവദാസൻ എന്നോട് ഒത്തിരി സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹൈ റേഞ്ചുകാരനായതുകൊണ്ട് മനുഷ്യരെ അറിയാം. കാരണം ഇനി വീട്ടിൽ ചെന്ന് അത്താഴം കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് നാളെ പ്രഭാതത്തിൽ അധ്വാനത്തിന് പോകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഒത്തിരി മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓടിച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കാം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, കാരണം പറയാനുള്ളത് ഞാൻ ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. അതുകൊണ്ട് ദൈവദാസന്മാരല്ല, ഞാൻ അതിനാണ് ഉത്തരവാദി. സമയം എടുക്കാതെ ഓടിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഏത് കാര്യത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കേ? പ്രതിസന്ധിയിൽ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, അത് ഞാൻ പിന്നീട് പറയാം. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എൻ്റെ രക്ഷിതാവിൻ്റെ വിസ്താരത്തിലേക്ക് നിങ്ങളൊന്ന് വരണം കേട്ടോ. പീലാത്തോസിൻ്റെ മുൻപിൽ യേശു ക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോൾ അവർ കർത്താവിൻ്റെ കണ്ണ് കെട്ടി തല്ലി.
തല്ലിയിട്ട് കർത്താവിനോട് പറയാൻ പരിഹസിച്ചിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നിന്നെ തല്ലിയതാരാണെന്നൊന്ന് പ്രവചിക്കേ. എൻ്റെ പ്രിയരെ, കർത്താവ് ഒരക്ഷരം ഉരിയാടുന്നില്ല. തല്ലിയവനെ കർത്താവിനെ അറിഞ്ഞുകൂടെ? അവനെ അറിയാം, അവൻ്റെ പൂർവികരെ അറിയാം, അവൻ്റെ ചരിത്രം അറിയാം, അല്ലേ? ഗലീല തടാകത്തിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഏത് മത്സ്യത്തിന്റെ വായിലാണ് ചതുർദ്രഹ്മപ്പണം ഇരിക്കുന്നതെന്നറിയാവുന്ന കർത്താവിന് കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കിയ കർത്താവിന് ശമരിയ സ്ത്രീയുടെ ജീവിത ചരിത്രം മുഴുവൻ അവളെ വായിച്ചു കേൾപ്പിച്ച എൻ്റെ പൊന്നു കർത്താവിന് കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കിയ കർത്താവിന് നാലാള് കേൾക്കുന്ന നദനിയേലിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞ കർത്താവിന് തല്ലിയവനെ അറിയില്ലേ? അവന്റെ ചരിത്രം അറിയില്ലേ? അവന്റെ പൂർവികരെ അറിയില്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തല്ലിയതാരാണെന്ന് പ്രവചിക്കാൻ പറയുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ എന്റെ രക്ഷിതാവും നിസ്സഹായനായി നിൽക്കുമ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുകയാണ്. മറന്നു പോകരുത്, അപമാനം അലക്ഷ്യമാക്കി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ പീലാത്തോസിന്റെ ആ കൽത്തളത്തിലേക്കൊന്ന് വരണം കേട്ടോ. പടയാളികൾ യേശുവിനെ കൊണ്ടുപോകുകയാണ്. പടയാളികൾ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ യേശുവിനെ അപമാനിച്ച രംഗങ്ങൾ എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. എങ്ങനെ അപമാനിച്ചെന്നറിയാമോ? അവര് മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി യേശുവിൻ്റെ തലയിൽ വെച്ചു. രാജാക്കന്മാര് കിരീടമാണ് തലയിൽ വെക്കുന്നത്. പക്ഷെ യേശുവിനെ അപമാനിക്കാൻ അവര് മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി എൻ്റെ രക്ഷിതാവിന്റെ തലയിൽ വെച്ചു. എന്നിട്ട് കോലുകൊണ്ട് തലയിൽ തല്ലി. അടുത്തതാണ് എന്നെ വേദനിപ്പിച്ചത്, യേശുവിന്റെ മുഖത്തു തുപ്പി. യേശുവിന്റെ മുഖത്തു തുപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സഹിക്കുമല്ലേ? പക്ഷെ നമ്മുടെ മുഖത്തൊരാൾ തുപ്പിയാൽ നമ്മൾ സഹിക്കുമോ? ആരുടെ മുഖത്തായി തുപ്പിയത്? ബഹുമാന്യനായ കർത്തൃദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുവനോടൊരുവൻ പറഞ്ഞ് ആർത്താർപ്പിടുകയാണ്. അവരുടെ ആർപ്പിന്റെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. ആ ദൈവത്തിന്റെ സ്തോത്രം മാത്രമല്ല, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴുപ്രപഞ്ചത്തിലും വെച്ചിരിക്കുകയാണ്. എന്റെ ചോദ്യം, സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടുന്ന, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്താരാധിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന, മുഴുപ്രപഞ്ചത്തിലും തന്നെ മഹത്വം വെച്ചിരിക്കുന്ന ആ വ്യക്തിപ്രഭാവം ആര്? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെ കുറിച്ച് സംസാരിച്ചു. എടുത്തെങ്കിലൊന്ന് വായിച്ചു. അത് യോഹന്നാൻ 12:41, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:41. പെട്ടെന്ന്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അവനെ കുറിച്ച് സംസാരിച്ചു. ആരുടെ തേജസ് ആര് കണ്ടു? യെശയ്യാവ് കണ്ടു. യേശുവിന്റെ തേജസ് കണ്ടു. എപ്പോൾ കണ്ടു? ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കണ്ടു. എങ്ങനെ കണ്ടു? രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്താരാധിക്കുന്നവനായി കണ്ടു. എങ്ങനെ കണ്ടു? മുഴുപ്രപഞ്ചത്തിലും തന്റെ മഹത്വം വയ്ക്കപ്പെട്ടവനായി കണ്ടു. ആ പൊന്നു കർത്താവിന്റെ മുഖത്ത് മനുഷ്യ കോമരങ്ങൾ തുപ്പുമ്പോൾ ആ തുപ്പലിനും മുഖം മറച്ചു കളയാതെ അപമാനം അലക്ഷ്യമാക്കിയ ഒരു രക്ഷിതാവിനെ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ, ആ യേശുവിനെ ആരാധിക്കാൻ കൃപ തന്നതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ സന്തോഷമുള്ള ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാ. യേശു കർത്താവിന്റെ മുഖത്ത് തുപ്പി.
എൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നിച്ചു. ചുരുക്കി പറഞ്ഞൊരു കോമാളിയെ പോലെ പെരുമാറുകയാണ്. രാമൻ എന്ന് പറയാമോ? ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടാവുമായ ദൈവത്തെ മനുഷ്യനെത്ര നിസ്സാരനായിട്ടാണ് കരുതി ഒരു കോമാളിയോടെന്ന പോലെ പെരുമാറുകയാണ്. അവർ മുട്ടുകുത്തുമ്പോൾ, അവർ വന്ദിക്കുമ്പോൾ അതിലൂടെ യേശുവിനെ അവർ പരിഹസിക്കുകയാണ്. എബ്രായ ലേഖകൻ പറയുന്നത്, മറക്കരുതേ, അപമാനം അലക്ഷ്യമാക്കി. ഇനി അല്പം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ക്രൂശീകരണത്തിലേക്ക് വരണം കേട്ടോ. ക്രൂശും മരണം തന്നെ യേശുവിനെ അപമാനിക്കുന്നതാണ്. കാരണം അന്ന് ക്രൂശ് മരണം കൊടുത്തിരുന്നത് കൊടും ക്രിമിനലുകൾക്കാണ്, അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിലെ അടിമകൾക്കാണ്. അങ്ങനെ ക്രൂശീകരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അതിക്രൂരമായി അവരെ തല്ലുന്ന ഒരു പദ്ധതിയും കൂടി ഉണ്ടായിരുന്നു. 2-2.5 അടി പൊക്കമുള്ള ഇരുമ്പ് തൂണുകൾ. ആ ഇരുമ്പ് തൂണുകളിലെ 2 ഇരുമ്പ് വളയങ്ങൾ കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ രക്ഷിതാവിനെ ആ 2.5 അടി പൊക്കമുള്ള ആ തൂണുകളുടെ നടുവിൽ റാ പോലെ വളച്ചു നിർത്തി. എന്നിട്ട് ആ വളയങ്ങളോട് ചേർത്ത് കർത്താവിൻ്റെ കരം ബന്ധിച്ചു. ആ ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ, ആ ചാട്ടവാറിന്റെ അറ്റത്ത് അടിക്കുമ്പോൾ അടിയുടെ ആക്കം കൂടാൻ ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ ഘടിപ്പിക്കാറുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികളാണ് അങ്ങനെ അടിക്കുക. എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തേക്ക് പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാർ എടുത്ത് ആഞ്ഞെറിയുകയാണ്. എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തേക്ക് ആ ചാട്ടവാർ ആഞ്ഞെറിയുമ്പോൾ ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ആ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാർ വലിച്ചു പറിച്ച് പൊക്കിയെടുക്കുകയായിരുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി എന്ന തിരുവെഴുത്ത് പോലെ പടയാളികൾ ആ ചാട്ടുപാറ താഴേക്ക് കൊണ്ടുവരികയാണ്. പല പ്രാവശ്യത്തെ അടി കഴിയുമ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ മാംസം കീറിത്തൂങ്ങി മറിയുന്നു. കീറിത്തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഉറവ ഒഴുകി വരുന്നത് പോലെ ഒഴുകി വരുന്ന പരിശുദ്ധ രക്തം കാണാം. ആ രക്തം അവസാനം വന്ന് തളം കെട്ടിക്കിടന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിനകത്താണ്. ഈ 102ാമത് ജനറൽ കൺവെൻഷന്റെ ഈ ബുധനാഴ്ച രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഉഴുതുമറിയപ്പെട്ട എൻ്റെ രക്ഷിതാവിന്റെ ആ പുറത്തുകൂടെ മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറിയിറങ്ങി തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി അദ്ദേഹത്തിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എൻ്റെ രക്ഷിതാവിന്റെ പുറത്തുകൂടെ ഊറിയിറങ്ങി തളം കെട്ടി പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് കിടന്ന് ആ രക്തത്തിന്റെ അകത്ത് നമ്മുടെ രോഗശാന്തി എൻ്റെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെയും തന്റെ പവിത്ര രക്തത്തെയും ഞാൻ വിളിച്ചു പറയുന്ന ഈ സമയത്ത് അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ അവരുടെ കരമടിച്ച് അല്പനിമിഷം അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഏതെങ്കിലും രോഗബന്ധനങ്ങളാൽ ദുഷ്ടശക്തികൾ കെട്ടിയ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ആ രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഞാൻ പറയുന്നത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നെങ്കിൽ കരമടിച്ച് അല്പ നിമിഷം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി, അത്ഭുത രോഗശാന്തി ഈ രാത്രി പരിശുദ്ധാത്മാവ് വയക്കട്ടെ. തന്റെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. ആരുടെയും തല കൈ നിങ്ങളുടെ തലയിൽ വരണ്ട പ്രിയരെ, ആരുടെയും കൈ നിങ്ങളുടെ തലയിൽ വരണ്ട. ഇന്ന് രാത്രി ഞാൻ വചനം പ്രസംഗിക്കുന്ന ഈ നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചന കേൾവിയാൽ ആണിപ്പാടേറ്റ കർത്താവിന്റെ കരത്തിന്റെ സ്പർശനത്താൽ അത്ഭുത രോഗശാന്തി ദൈവാത്മാവ് വയക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആധാരം തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി എനിക്ക് ഉറപ്പുണ്ട്, അത്ഭുത രോഗശാന്തിയുടെ ദൈവ കൃപ ഇതിനകത്ത് വെളിപ്പെടുകയാണ്.
അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി രക്തധമനികളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ, ഹല്ലേലൂയ, ബാഹ്യ അവയവങ്ങളിൽ, ശരീരത്തിൽ മാത്രമല്ല ചിലരുടെ മനസ്സിലും ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുകയാണ്. ശാരീരിക തലത്തിൽ മാത്രമല്ല, മാനസിക മണ്ഡലത്തിലും ഇന്ന് രാത്രി ഒരു ദൈവശക്തി വെളിപ്പെടുന്നത് ആത്മാവെനിക്ക് മനസ്സിലാക്കി തരുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മിക സ്വാതന്ത്ര്യം, അത്ഭുത രോഗശാന്തി, മാനസിക വിടുതൽ ദൈവാത്മാവ് അയക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പ്രിയരെ, ദൈവകൃപയുടെ അസാധാരണ വ്യാപാരം ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തിൽ ഇറങ്ങട്ടെ. അത്ഭുത രോഗശാന്തികൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. മനുഷ്യ ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. മാനസിക മണ്ഡലത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഹിതമുള്ളത് ചെയ്യണമേ. അങ്ങേക്ക് ഹിതമുള്ളത് ഇന്ന് രാത്രി ചെയ്യണമേ, ചെയ്യണമേ, ചെയ്യണമേ. ഈ രാത്രി ജനത്തെ ഓർക്കണമേ. തകർന്നവരെ ഓർക്കണമേ. വേദനിക്കുന്നവരെ ഓർക്കണമേ. മുറിവേറ്റവരെ ഇന്ന് രാത്രി ഓർക്കണമേ. ഒരു വിടുതൽ പ്രതീക്ഷിച്ച് കൊതിച്ച് ഇന്ന് രാത്രി കോമ്പൗണ്ടിൽ കാലുകുത്തിയവരെ ദൈവാത്മാവ് ഓർക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത ദൈവ പ്രവൃത്തി ഈ രാത്രി ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അത് അനുഭവിക്കത്തക്ക നിലയിൽ ഒരു ദൈവ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാ രോഗശക്തികളെയും ഇന്ന് രാത്രി, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു സ്തോത്രം ദൈവത്തിന് പറയാ. നീ ഓടിച്ച് പറഞ്ഞ എന്റെ വിഷയത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രിയരെ, യേശു കർത്താവിനെ അടിച്ച് ക്രൂശീകരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. ക്രൂശീകരണം തന്നെ യേശുവിനെ എത്രമാത്രം അപമാനിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ ക്രൂശിനെ സഹിച്ചു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്. എന്താ യേശുവിന് ക്രൂശ് മരണം പിതാവ് കൊടുക്കാൻ കാരണം? ഒത്തിരി കാര്യമുണ്ടെങ്കിലും നിയമപരമായി അംഗീകരിച്ചതിൽ ഏറ്റവും വേദനാജനകമായ മരണം ക്രൂശ് മരണമാണ്. വെടിവെച്ച് വന്നാൽ, കല്ലെറിഞ്ഞു വന്നാൽ, വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്താൽ, തീയിൽ കൊണ്ടിട്ടാൽ, ഏതെല്ലാം നിയമപരമായ വധശിക്ഷയാണെങ്കിലും അതൊക്കെ അല്പനിമിഷങ്ങൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് തീരും. നല്ല ആമേൻ എന്ന് പറയാം. എന്നാൽ ക്രൂശിനെ സഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവ് അനുഭവിച്ച വേദന, മനുഷ്യ, നിനക്ക് ദൈവം ഒരുക്കിയ രക്ഷ, പാപപരിഹാരം, അതിന് ദൈവം കൊടുക്കേണ്ടി വന്ന വില കനത്തതാണ് കേട്ടോ. അത്ര ഈസി അല്ല. മാനുഷിക നിയമം അനുസരിച്ച് ഇവിടെ നടപ്പാക്കപ്പെട്ടതിൽ ഏറ്റവും വേദനാജനകമായ മരണമാണ് ക്രൂശ് മരണം. ആ മരണം അനുഭവിച്ചാണ് നമുക്ക് ഇത്ര വലിയ രക്ഷ കർത്താവ് സൗജന്യമായി തന്നതെന്ന് ഓർത്ത് എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ യേശു എന്തിനാ ഈ അപമാനം എല്ലാം സഹിച്ചേ? ഈ അപമാനം അലക്ഷ്യമാക്കിയത് എന്തിനാ ക്രൂശിനെ സഹിച്ചത്? അവിടെ ഒരു കാര്യം വായിക്കുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന
സന്തോഷമോർത്ത്. ഒരു നല്ല ആമേനെന്ന് പറയാവോ? രണ്ട് ഭാഗങ്ങളും പറയേണ്ടതാണ്. അതിലൊരു ഭാഗം ഞാനങ്ങ് വിടുകയാണ്. ക്രൂശിന് ശേഷം തനിക്ക് കിട്ടാൻ പോകുന്ന മഹത്വം അതിൻ്റെ ഒരു ഭാഗമാണ്. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും, എല്ലാ നാവും ഒരുമിച്ച് ചേർന്ന് പാടും, യേശു മാത്രം കർത്താവ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഇതിനോട് ചേർന്ന് ഫിലിപ്പി ലേഖനം 1:20 മുതൽ എഫീസ് ലേഖനം 1:20 മുതൽ 23 വരെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തതൊക്കെ എത്ര മനോഹരമാണ്! സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ശക്തികൾക്കും അത്യന്തം മീതയിരുത്തി. മീതയിരുത്തി എന്നല്ല, അത്യന്തം മീതയിരുത്തി. എന്നതിന്റെ അർത്ഥം എന്നറിയാമോ? യേശുവിന് മുകളിൽ ഒരു അധികാരമില്ല, യേശുവിന് മുകളിൽ ഒരു ശക്തിയില്ല, യേശുവിന് മുകളിൽ ഒരു കർത്തൃത്വമില്ല, യേശുവിന് മുകളിൽ ഒരു വാഴ്ചയില്ല. എന്നിട്ട് പറയുകയാണ്, സകലതും അവന്റെ കാൽ കീഴാക്കി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരധികാരങ്ങളും ഒരു ശക്തികളും ഒരു വാഴ്ചകളും ഒരു കർത്തൃത്വങ്ങളും എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ രക്ഷിതാവ് അറിയാതെ ചലിക്കുകയല്ല, ചലിക്കാൻ ദൈവം അനുവദിക്കുകയല്ല. ഈ രാത്രി നിങ്ങൾക്കെതിരെ നിൽക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ, ആഭിചാര മന്ത്രവാദ ശക്തികൾ, ദേശാധിപതി ശക്തികൾ, ഇരുളിന്റെ പോർവിളികൾ എത്ര പ്രബലമെങ്കിലും കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സിംഹഗർജനം പോലെ വിളിച്ചു പറ, ആ സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ശക്തികളും എല്ലാം എൻ്റെ യേശുവിന്റെ കാൽ കീഴിലാണ്. സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അതരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ദുഷ്ടപിശാചിന്റെ തലയെ തകർത്ത് കാൽവരി ക്രൂശിൽ അവനെ പരസ്യ കോലമാക്കി അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറാത്ത പൈശാചിക ശക്തികൾ, വിട്ടുമാറാത്ത ഇരുളിന്റെ പോരുകൾ എന്താ ഉള്ളത്? ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ആ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ! ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയരെ. ഇപ്പൊ എബ്രായ ലേഖനം പറയാ, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത അപമാനം അലക്ഷ്യമാക്കിയത്, ക്രൂശിനെ സഹിച്ചത്, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇതിനപ്പുറത്ത് ചിലതുണ്ടെന്നുള്ള തിരിച്ചറിവാണ് രക്ഷിതാവിനെ അപമാനം അലക്ഷ്യമാക്കാൻ, ക്രൂശിനെ സഹിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? മറുവശയോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതവിടെ നിൽക്കട്ടെ, ഒരു ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. പക്ഷെ യേശു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കിയെന്ന് പറഞ്ഞാൽ പറയാം, കർത്താവിനെ നിങ്ങൾ ക്രൂശിൽ കണ്ടോ? ക്രൂശിൽ എൻ്റെ കർത്താവ് കിടക്കുമ്പോൾ വഴി പോകുന്നവരും ക്രൂശിന് ചുവട്ടി നിൽക്കുന്നവരൊരു വെല്ലുവിളി വെക്കുകയാണ്, ഒരു ചലഞ്ച് വെക്കുകയാണ്. അങ്ങ് ദൈവപുത്രനാണെന്ന് ഞങ്ങൾ സമ്മതിക്കുക, ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റാൻ നമ്മൾ സമ്മതിക്കുകയില്ല. കാരണം ഈ ആത്മാഭിമാനം എന്ന ദുരഭിമാനമാണ് പലരെയും ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുന്നത്. യേശുവിന് വേണമെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ലേ? ഒരാമേനൊന്ന് പറഞ്ഞു. നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് സങ്കടം വരികയില്ല, കാരണം എന്നെ കൊണ്ട് പറ്റുകയില്ല. പക്ഷെ പറ്റാവുന്നൊരു കാര്യം
നമ്മൾ മനസ്സോടെ വേണ്ടെന്ന് വെക്കുമ്പോൾ ഉള്ളൊരു മാനസിക പിരിമുറുക്കം ഉണ്ടല്ലോ, അത് ഭയങ്കര. എൻ്റെ രക്ഷിതാവിന് ആണി ഊരി ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നത് അസാധ്യമൊന്നും അല്ല പ്രിയരെ. ചലഞ്ച് വെക്കുക, ഞങ്ങൾ വിശ്വസിക്കാവുന്ന ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾ സമ്മതിക്കാവുന്ന ദൈവപുത്രനാണെന്ന്. പക്ഷേ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല. എന്താ ഇറങ്ങി വരാഞ്ഞത്? ക്രൂശിനെ സഹിക്കാൻ കാരണം എന്താ? അപമാനം അലക്ഷ്യമാക്കാൻ കാരണം എന്താ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ നിസ്സഹായനായത് കൊണ്ടല്ല, നിവർത്തികേടുള്ളത് കൊണ്ടല്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ രക്ഷിതാവ് കണ്ടതേ തന്നിക്ക് നേരെ പരിഹാസത്തിന്റെ ശരങ്ങൾ തൊടുത്തുവിടുന്ന, വിമർശനത്തിന്റെ വിരുൾത്തുമ്പുകൾ ചൂണ്ടുന്ന പരിഹാസികളെ അല്ല, യഹൂദ മതകൂട്ടത്തെ അല്ല, വക്താക്കളെ അല്ല, പരിഹാസികളെ അല്ല യേശു കണ്ടത്. പിന്നെ ആര്യ കർത്താവ് കണ്ടെന്നറിയാമോ? ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ KJ തോമസ് എന്ന എന്നെയാ കണ്ടത്. ഞാൻ ആണി ഊരി ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പാവം KJ തോമസ് നരകത്തിൽ പോകും. അവൻ നരകത്തിൽ പോകാതിരിക്കാൻ, അവൻ വീണ്ടെടുക്കപ്പെടാൻ, അവൻ രക്ഷപ്പെടാൻ, അവന്റെ നരകം ഒഴിവാകാൻ ഞാനിത് സഹിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, എന്റെ രക്ഷിതാവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, തന്റെ ക്രൂശും മരണം മൂലം രക്ഷപ്പെടാൻ പോകുന്ന കാഹളനാദം വരെയുള്ള കോടാനുകോടി വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കണ്ടു. നമ്മെ ഓർത്ത്, നമ്മെ കണ്ട് ആ ക്രൂശിനെ സഹിച്ച യേശുവിന് നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ കണ്ണുനീരോടെ പാടുമായിരുന്നു, എന്നെ നേടുന്ന സന്തോഷമോർത്താൻ. അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അസൂയുള്ളത് പാട്ടുകാരോടാണ്. കാരണം എനിക്ക് പാട്ട് പാടാൻ പോയിട്ട് പാട്ട് മൂളാൻ പോലും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പാടിയേനെ, എന്നെ നേടുന്ന സന്തോഷമോർത്താൻ. എന്നെ നേടുന്ന ഓ ധ്യാനം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആധാരം തുറന്ന് കരം ഉയർത്തിപ്പിടിച്ചു സ്തോത്രം ചെയ്യാൻ കഴിയോ? ഒറ്റ കാര്യം കൂടെ പറയണ്ടേ. ഇനി നമുക്ക് എബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ച് ഞാൻ ഉപസംഹരിക്കാൻ പോവുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കോളാം. ഈ നിന്ദയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? വളരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. യേശുവിന് എന്തിനാ കഷ്ടം കൊടുത്തത്? എബ്രായ വിശ്വാസികളോട് പറയുക, യേശു എന്തിനാ ക്രൂശിനെ സഹിച്ചത്, അപമാനം അലക്ഷ്യമാക്കിയത്? എന്റെ കർത്താവ് ഒരു സന്തോഷം കണ്ടുകൊണ്ടാണ്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. പിതാവ് എന്തിനാണ് യേശുവിനെ കഷ്ടത്തിലൂടെ കടത്തിവിട്ടത്? എബ്രായ 2:10 ഇങ്ങനെയാണ് വായിച്ചത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെയാണ് അങ്ങനെ പരിചയപ്പെടുത്തുന്നത്? പിതാവായ ദൈവത്തെയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആരാ തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന പുത്രിപുത്രന്മാർ? അതും നമ്മളാണ്. നമ്മളെ തേജസ്സിലേക്ക് നടത്താൻ പിതാവ് എന്താണ് ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ
നിറഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എല്ലാവരും ഇന്ന് രാത്രി ക്രൂശിലേക്ക് നോക്കിക്കേ. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്, യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ല എന്നും രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അതിവിരൂപമായി കിടക്കുന്ന വ്യക്തിത്വത്തെ നിങ്ങൾ കണ്ടോ? ആരാണത്? അത് കർത്താവായ യേശുവാണ്. എന്തിനേശുവിനെ അങ്ങനെ ക്രൂശിൽ തകർത്തു? യേശു എന്തിനങ്ങനെ തകർന്നു? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എല്ലാവരും സ്തോത്രം ചെയ്ത് പറയണം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ. എന്റെ പ്രിയരെ, റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പിയ ലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. എല്ലാവർക്കും ആവേശം വരുന്നൊരു വാക്യ. കൊലോസി ലേഖനം 3:3-4 നിങ്ങൾ മരിച്ചു. ഒന്ന് സ്തോത്രം ചെയ്ത് പറ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആമേൻ പറയണ്ടേ? നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത് വാങ്ങുന്നു. ഒന്ന് ആമേൻ പറഞ്ഞ് പറയേണ്ടതാ. നമ്മുടെ ജീവനായ ക്രിസ്തു. ഇപ്പോഴല്ലേ ഈ നവമാധ്യമങ്ങളൊക്കെ വന്നത്. പണ്ടത്തെ കാലത്ത് ഈ എഴുതുകയാണല്ലോ പതിവ്. ഇപ്പം ചിലരോട് എഴുതുമ്പോൾ പറയില്ലേ, നീ എൻ്റെ കണ്ണ അല്ലേ, നീ എൻ്റെ ജീവൻ്റെ. ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അണികൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിയിട്ട് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് വിളിക്കുന്ന ആ ഉശിരൻ മുദ്രാവാക്യത്തിൻ്റെ കൂടെ കേട്ടിട്ടില്ലേ? കണ്ണേ, കരളേ. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കണ്ണേ. കാരണം അവരുടെ നേതാവിനോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ആധിക്യം ആ വാക്കുകളിലൂടെ പുറപ്പെടുവിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നതും അതേ ഭാഷയിലല്ലേ? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് നമ്മുടെ ജീവനായ ക്രിസ്തു. എല്ലാവരും ആ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. എനിക്ക് ഏറ്റവും വലുതെന്റെ കർത്താവാണ്. യേശു കഴിഞ്ഞേ വേറെ എന്തും എനിക്കുള്ളൂ. ആ ഒരു മനോഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണമെന്ന് ഹൃദയപൂർവ്വം ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടോ. ഒരു ഒറ്റ കാര്യം കൂടെ ഒന്ന് പറയാൻ കേട്ടോ. എന്നാൽ നമുക്കൊരു പ്രത്യാശയുടെ ഗീതം ഒന്ന് പാടണം. ഈ റോമാലേഖനം 8:29 ഒന്ന് വായിച്ച് മനസ്സിരുത്തി ഒന്ന് വായിച്ച്. റോമാലേഖനം 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മതി. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ 2 നിർണയങ്ങൾ. ഒന്ന്, പുത്രനെ കുറിച്ചുള്ള നിർണയം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. 2, നമ്മെക്കുറിച്ചുള്ള നിർണയം. പുത്രനെ കുറിച്ചുള്ള നിർണയം എന്താണ്? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണം. ദൈവത്തിന് ഒറ്റ പുത്രനേ ഉള്ളൂ, ഏകജാതൻ.
അതുകൊണ്ട് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന് ഒറ്റ മകനേ ഉള്ളൂ, ഏകജാതൻ. ആ ഏകജാതനെ കുറിച്ചുള്ള ദൈവിക നിർണയം, ഏകജാതൻ ആദ്യജാതനാകണം. ഏകജാതൻ എങ്ങനെ ആദ്യജാതനാകുന്നു? ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി സഹോദരന്മാർ വേണം. അവിടെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക നിർണയം എന്താ? ദൈവിക നിർണയം വരുവാനുള്ള നിത്യതയിൽ ദൈവ കുടുംബത്തിൽ യേശു ജ്യേഷ്ഠ സഹോദരനും നാം യേശുവിനോട് കൂടെ യേശുവിനുള്ള സകലതിനും കൂട്ടവകാശികളായി യേശുവിനുള്ള സകലതിൻ നമ്മുടേതും കൂടായി മാറി ദൈവ കുടുംബത്തിൽ യേശുവിന് തുല്യം, യേശുവിനെ പോലെ സഹോദരങ്ങളായി കഴിയുന്ന ഒരു നിത്യതയാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ഇന്ന് രാത്രി ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു 30 സെക്കൻഡ് ആ കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത്ര വലിയ രക്ഷ, ഇത്ര ഭാഗ്യകരമായ അനുഭവം ദൈവം നമുക്ക് കൃപയാൽ കൈമാറിയല്ലോ. സ്വോത്ര 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 സ്വോത്ര. ഞാൻ അവസാനിപ്പിക്കട്ടെ. എബ്രായ വിശ്വാസികളെ, ഇപ്പൊ സഹിച്ചാൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹമാ നിത്യതയിൽ ഒരുക്കിയിട്ടുള്ളത്. കളഞ്ഞു കുളിക്കരുതേ, നശിപ്പിക്കരുതേ. താൽക്കാലിക പ്രതിസന്ധികളെ കണ്ട്, പോരാട്ടങ്ങളെ കണ്ട്, നഷ്ടങ്ങളെ കണ്ട് ഒരിക്കലും പിറകോട്ട് പോകരുത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുന്നത് ഇവിടുത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ നേട്ടം കിട്ടിയാലും കിട്ടിയില്ലേലും, നേട്ടമാണേലും കോട്ടമാണേലും ഉയർച്ചയാണേലും താഴ്ചയാണെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാമാണെങ്കിലും എൻ്റെ യേശുവിനെ വിട്ട് പിറകോട്ടില്ല. ഇന്ന് രാത്രി യേശുവിനോട് കൂടെ, യേശുവിനൊപ്പം അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ആ ഉറപ്പുള്ളവർ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പൊ ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. 2-3 മിനിറ്റ് മാത്രമേ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയരേ. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് കർത്താവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എൻ്റെ രക്ഷിതാവ് ക്രൂശിനെ സഹിച്ചത് എൻ്റെ രക്ഷിതാവിൻ്റെ മുഖത്ത് തുപ്പുമ്പോൾ, എൻ്റെ യേശുവിനെ പരിഹസിക്കുമ്പോൾ, തല്ലിയതാരാ പ്രവചിക്കാൻ പറയുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം ചൂടുമ്പോൾ, കോല് കണ്ട് തലയിൽ തല്ലുമ്പോൾ, പുറമുഴുവിച്ചാല് പോലെ അടിച്ചു കീറുമ്പോൾ, എൻ്റെ രക്ഷിതാവിൻ്റെ മുഖത്ത് തുപ്പുമ്പോൾ, എൻ്റെ രക്ഷിതാവിൻ്റെ കൈകാലുകളിൽ ആണി അടിക്കുമ്പോൾ, എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നിച്ച് പരിഹസിക്കുമ്പോൾ, എൻ്റെ യേശുവിനോട് ക്രൂശിൽ നിന്നിറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്ന അപമാന ശരങ്ങൾ തൊടുത്തു വിടുമ്പോൾ, എൻ്റെ രക്ഷിതാവ് മനസ്സോട് അതെല്ലാം സഹിച്ചത് തൻ്റെ മരണത്താൽ തേജസ്കരിക്കപ്പെടാൻ പോകുന്ന കോടാനുകോടി വിശുദ്ധന്മാരെ കണ്ടുകൊണ്ടാണെങ്കിൽ, വിശുദ്ധമതികളെ കണ്ടുകൊണ്ടാണെങ്കിൽ, ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ വിളിച്ചു പറ, കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള നിത്യതയുടെ വെളിപ്പാടിനാൽ ഈ മണ്ണിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവകൃപ തരണമെന്ന് വിശ്വസിക്കുന്നവർ കാലത്തിന്റെ ചുവരെടുത്തു വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാം, ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. ദൈവപുത്രന്മാരുടെ തേജസ്സിന്റെ വെളിപ്പാടിനായി പ്രപഞ്ചം വീട്ടുനോവോടെ കാത്തിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദവുമായി യേശു കർത്താവ് മടങ്ങി വരും. കോടാനുകോടി വിശുദ്ധന്മാർ, കല്ലേറേറ്റവർ, അഗ്നിക്കകത്തു വെന്തു വെണ്ണീറായവർ, വന്യമൃഗങ്ങളാൽ പിച്ചി ചീന്തപ്പെട്ടവർ, ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് മെഴുക് ശീലയാൽ ചുറ്റപ്പെട്ട് മെഴുകുതിരി പോലെ കത്തിക്കപ്പെട്ട് ഉരുകിത്തീർന്ന വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ തേജസ്സിന്റെ ശരീരവുമായി ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. രൂപാന്തരപ്പെടാൻ പോകുന്നു. ആ ഉറപ്പുള്ളവർ അതരം തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക.